ഫ്രാൻസിസ് ജോർജ് ജയിക്കുള്ളൂ. തോമസ് ചാഴിക്കാടൻ UDF-ന്റെ കൂട്ടത്തിൽ നിന്ന് വെച്ചും കാലും മാറി അപ്പുറത്തായിട്ട് പോയവനല്ലേ, പിന്നെ എങ്ങനെ ജയിക്കാൻ? ഫ്രാൻസിസ് ജോർജ്. നമുക്ക് LDF ജയിക്കരുതെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. UDF. ഇത്തവണ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും ഇവിടെ ഒരു ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. LDF ഏതായാലും വേണ്ട. LDF ജയിക്കേണ്ടെന്നാണ്. UDF ജയിക്കണം. 44 വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസുകാർ മുഖാമുഖം മത്സരിക്കുന്ന കോട്ടയം മണ്ഡലം. കോട്ടയം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കോട്ടയം മണ്ഡലത്തിലൂടെ ജനങ്ങളുടെ മനസ്സറിയാൻ ഒരു അഭിപ്രായ സർവേ യാത്ര. അതിപ്പോ നമ്മളെ പറയാൻ പറ്റില്ല. LDF ജയിക്കാൻ ചാൻസ് കുറവാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിന്റെ ഭരണം അനുസരിച്ച് LDF ജയിക്കാൻ സാധ്യത കുറവാണ്. ഫ്രാൻസിസ് ജോർജ് ജയിക്കുമോ? അങ്ങനെ പ്രതീക്ഷിക്കണം. നമുക്ക് LDF ജയിക്കരുതെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. അവരുടെ ഭരണ രീതിയിലാണ്. LDF ജയിക്കണം എന്നാണ്. ജയിക്കരുത്. ഞങ്ങൾ ഈ ഭരണം കൊണ്ട് മടുത്തു LDF-ന്റെ. അതുകൊണ്ട് തന്നെ കാരണം ഒന്നാന്തരം ഭരണം അവരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോക്സഭാ ഇലക്ഷനാണ് വരുന്നത്. എന്നാലും നമ്മൾ LDF-ന് സപ്പോർട്ട് ചെയ്യില്ല. ചേട്ടൻ എന്താ തോന്നുന്നത്? ഞാൻ വോട്ട് ചെയ്യണില്ല. നോട്ടയല്ല, വോട്ട് ചെയ്യില്ല. എന്തുകൊണ്ടാ? വെറുതെ സമയം മെനക്കെടുക്കണ്ടോ? ചേട്ടാ, നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും തോന്നുന്നത്? അത് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാലും നമ്മുടെ പിറവത്തിന്റെ ഒരു ചരിത്രം അനുസരിച്ച് ആര് കൊണ്ടുപോകുന്ന തോന്നുന്നത്? അത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇത്തവണ? മിക്കവാറും ഭൂരിപക്ഷം ആകാൻ സാധ്യത നമ്മുടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ ഫ്രാൻസ് ജോർജിൻ്റെ ആളാണ് നമ്മൾ. ഫ്രാൻസ് ജോർജ് ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു ചെറിയൊരു കറക്കമ്പി എന്ന് പറഞ്ഞാൽ ചാഴിക്കാരനാണ് മുൻതൂക്കുന്നതാണ്. അല്ല, ഇത്രയും ഇടതുപക്ഷ അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ LDF-ൻ്റെ ആൾക്കാരാണ് ഇവിടെ. ഈ പുറത്ത് ഏറ്റവും കൂടുതൽ പുറവും വയ്ക്കുമ്പോൾ LDF-ആണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം. അപ്പോൾ നമ്മൾ നിയമസഭാ മണ്ഡലം നമുക്ക് എപ്പോഴും UDF ആയിട്ടല്ലേ പോവാറ്? അത് മാത്രമേ പോകുള്ളൂ. മതി പറയാൻ വേണ്ടി ഇത്തവണത്തെ എങ്ങനെയാണ്. കാരണം ഒരു വാശിയേറിയ മത്സരമായിരിക്കും ഇറങ്ങാൻ പോണത്. കാരണം തുടർ ഭരണം നമുക്ക് 10 വർഷം മുകളിലേ സംഗതി. അപ്പോൾ ചേഞ്ച് ചിലപ്പോൾ UDF ഭരിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ കാണുന്നു നമ്മുടെ ഇപ്പോഴത്തെ പിണറായി ഭരണത്തെ? ഫസ്റ്റ് ഭരണം കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ഭരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ഭരണം പറഞ്ഞാൽ പുള്ളി അത് വാഗ്ദാനങ്ങളൊന്നും പാലിക്കാനുള്ള പുള്ളി. പെൻഷനാണ് തന്നെ അറിയാലോ, പെൻഷൻ കിട്ടണമെന്നില്ല. അതുപോലെ എല്ലാ സാധനത്തിലും ആണ് ഇത് സംഗതി. ഇത് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുള്ള കേസിട്ട്. ആദ്യത്തെ ഭരണം നല്ല ഭരണമായിരുന്നു പുള്ളി, കുഴപ്പമില്ലായിരുന്നു. അത് തുടർ ഭരണം പാർക്കിട്ട് കഴിഞ്ഞാൽ ശരിയാ, അതെല്ലാം ശരിയാ. അത് 10 വർഷം ഒന്നിച്ച് കൊടുത്ത് ഞാൻ പിന്നെ സംഗതി ഓക്കെയാ. ഇത്തവണ ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത. ഓക്കെ, വെൽക്കം. ഇവിടെ 2020 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വോട്ട് ചെയ്തേനെ. ഇവിടെ UDF-ഉം LDF-ഉം കണക്കാണ്, ഒരു കൂട്ടുകച്ചവടമാണ്. 2020 സ്ഥാനാർത്ഥി ഇല്ലല്ലോ, അപ്പോൾ ഞാൻ നോട്ടൊക്കെ ചെയ്യും. LDF ഏതായാലും വേണ്ട. എന്തോ കാരണം ഞാൻ പറയാതെ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും രംഗത്ത് മനുഷ്യന് പ്രയോജനപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഇനി LDF-നോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം LDF-ന് വോട്ട് ചെയ്ത വ്യക്തിയാണ്. കോൺഗ്രസ് ഐക്യൊപ്പമായിരിക്കും. കോട്ടയം LDF-നൊപ്പം UDF-നൊപ്പം? UDF-നൊപ്പം. അപ്പം ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്നാണ് പറഞ്ഞത്. അതെ. ഈ LDF-ന്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഫ്രാൻസിസ് ജോർജ് ജയിക്കുള്ളൂ. തോമസ് ചാഴിക്കാടൻ UDF-ന്റെ കൂട്ടത്തിൽ നിന്ന് വെച്ചും കാലും മാറി അപ്പുറത്തായിട്ട് പോയവനല്ലേ, പിന്നെ എങ്ങനെ ജയിക്കാൻ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തോമസ് ചാഴിക്കാരൻ വോട്ട് ചെയ്തതാണ്, ഇപ്പോഴും ചെയ്യലേ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകുന്ന സാധ്യത. കോൺഗ്രസിന്റെ വിജയ ജോസഫിന്റെ ഒരു ചാൻസ് കിടക്കുന്നു. ഇപ്പോഴത്തെ ഇത് ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ LDF ജയിക്കേണ്ടെന്നാണ്. UDF ജയിക്കണം. ഫ്രാൻസിസ് ജോർജ്. UDF. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടിലുപരി കോട്ടയത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുവേ കോട്ടയം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണെന്നാണ്
മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളൊക്കെ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തെക്കാട്ടിലുപരി കോട്ടയം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഹൈന്ദവ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെയാണെങ്കിലും മറ്റ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കോട്ടയത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള പല വിഷയങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബി ജെ പിയുടെ പക്കലുള്ള വോട്ടുകളെ ആ ഒരു വോട്ട് ബാങ്കിനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് നിലവിൽ. ഇപ്പോൾ കഴിഞ്ഞ തവണ കോട്ടയത്ത് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു തോമസ് ചാഴിക്കാടൻ MP ആയിരുന്നു. അന്ന് അദ്ദേഹം UDF-ലായിരുന്നു. ഇത്തവണ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും ഇവിടെ ഒരു ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ശക്തനായ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ്സിന് നിർണായകമായ വോട്ട് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം. അത്തരത്തിൽ നോക്കുമ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ വോട്ടുകളെ പോലും സ്വാധീനിക്കാൻ തക്ക കഴിവ് ഇവിടെ ഫ്രാൻസിസ് ജോർജിനുണ്ട്.